സ്റ്റെല്ല, ഞാനൊരു കാര്യം പറയാം. ടോണി ടെൽ പ്ലീസ്. ഞാൻ ഈ മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നില്ല. ഞാൻ പോവുകയാണ് എന്റെ ഹൗസിലേക്ക്. ടോണി ഇത് എന്താ പറയുന്നത് ടോണി? എനിക്ക് പോയാൽ പറ്റുള്ളൂ. ടോണി പോകരുത്. ഞാൻ പറയുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഒരേ ഒരു ഐ വിൽ നോ. Don't talk. Tell talk now. You. Stella, Shut up. As a freaking Christian friend. Now you can't the word. cool Stella, cool. Cool Stella. Cool, cool. Come on, baby. Aspon mi kalast. Can. Tipika, can. As me coats with the condas, the basic. That is the public case. No, you replace it in the cream of the flackers. Cool Stella. Cool. Come on. Yeah, come on. എന്റെ അപ്പൂപ്പൻ ഭയങ്കര ഉശുരുള്ള ആളായിരുന്നു. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളായിരുന്നു എന്റെ അപ്പൂപ്പൻ. പിന്നെ ആഴക്കടലിലൊക്കെ മുങ്ങി അപ്പൂപ്പൻ മീനൊക്കെ ഇങ്ങനെ വാരി എടുത്തോണ്ട് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അപ്പൂപ്പനെ ആഴക്കടലിൽ ചെന്ന് മുങ്ങി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ചിപ്പി ഇരിക്കുന്നത് കാണുന്നത്. അവിടുന്ന് പൊങ്കാല ഇടുമായിരുന്നു. ചിപ്പിയുടെ കാര്യമല്ല പറഞ്ഞത്. ഈ ചിപ്പി പവിഴവും മുത്തും എല്ലാം കൂടെ അപ്പൂപ്പൻ കണ്ട അവിടെ വെച്ച്. കോടിക്കണക്കിന് പൈസ കിട്ടും കേട്ടോ വിറ്റാല്. പിന്നെ കിട്ടും. അപ്പൂപ്പനെ അറിയാം. അപ്പൂപ്പൻ ഈ ചിപ്പിയും പവിഴവും മുത്തും എല്ലാം കൂടെ വാരി കൊണ്ടുവന്ന് ഞങ്ങളുടെ അമ്മൂമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞത് കഴുകി വെക്കട്ടെ, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന്. അപ്പൂപ്പൻ കുളിച്ചിട്ട് വന്നപ്പോ എന്തോ കാണുന്നേ, ഈ ചിപ്പിയും പവിഴവും എല്ലാം കൂടെ പീര വെച്ചിട്ട് അപ്പൂപ്പ കപ്പയെ പുഴുങ്ങി വെച്ചേക്കുവാ. അപ്പൂപ്പൻ ഒന്നും പറഞ്ഞില്ലേ നിങ്ങളുടെ അപ്പൂപ്പൻ? അപ്പം പറഞ്ഞു ഇതിന് കോമ്പിനേഷൻ അടിച്ചിട്ട് കടുങ്കാപ്പിയോട് അടിച്ച് വെക്കാനെന്ന്. ശരി, അന്ന് ഞങ്ങളുടെ അമ്മൂമ്മ ആ പോഴത്തരം കാണിച്ചില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഏത് ലെവലിൽ ജീവിക്കേണ്ട പിള്ളേർ ഇവിടെ ഒന്നും സ്കിറ്റ് കളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഈ മീൻകട്ടം തുടങ്ങിയ കാര്യമൊന്നും ഇല്ലായിരുന്നു നമുക്ക്. അമ്മൂസും പ്രകാശനും കൂടെ ഭയങ്കര വഴക്കം, മുട്ട വഴക്കം. അന്നിങ്ങനെ നോക്കട്ടെ, ഞാൻ കാര്യമൊന്നുമില്ല കേട്ടോ. അന്നെന്തോ ഇങ്ങനെ എന്നെ ഒരു അർത്ഥം വെച്ചൊരു നോട്ടം വഴക്കുണ്ടാക്കിയവര്. അണ്ണാ 6 മണിയാകുമ്പോ ബേക്കറി പൂട്ടത്തില്ലയോ? അവൾ 6:10 ഇവിടെ വരും. എന്തോ എളുപ്പമല്ലേ വീട്ടിൽ വരുമല്ലോ. 6 മണിയാകുമ്പോ വീട്ട് 6:10 വീട്ടിൽ വരുന്നു. അത് എന്തുവാ അവിടുത്തെ ആ ചെറുക്കം കൊണ്ടുവിടുവാന്ന് നമ്മുടെ വീടിന്റെ വാതിക്കല് ബൈക്കില്. അതിനെന്തോടെ അവിടുത്തെ ചെറുക്കം കൊണ്ടുവിടുന്ന സഹായിക്കുന്നതായിരിക്കും ബേക്കറിലെ ചെറുക്കം കൊണ്ടുവിടും. ഒരു തെറ്റുമില്ല. അതെന്തിനാ നമ്മുടെ വാതിക്ക കൊണ്ടുവന്ന് വിടുന്നത്? അവരെ വാതിക്ക കൊണ്ടുവരാൻ തിരിക്കാൻ സ്ഥലമില്ലായിരിക്കും. തിരിക്കാൻ സ്ഥലമില്ല. അവർ അമ്മായിയമ്മയും പ്രകാശനും കാണുമെന്നുള്ള അപ്പൊ അതിനകത്തൊരു കള്ള വില്യണ്ണ അതുണ്ടെണ്ണ. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പ്രകാശനോട് പറഞ്ഞേടാ എനിക്ക് ഇതൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യം. ആ ചെറുക്കൻ ആ പെണ്ണിനെ നമ്മുടെ ഗേറ്റിൽ അവിടെ കൊണ്ടുവിടുന്നതിന് നിനക്കെന്താ വേദന? അന്ന് എത്ര നേരം എന്ന് പറഞ്ഞോണ്ടാണ് അവള് വരുന്നത് നോക്കി അവൻ തിരിച്ചു പോകുന്നത് നോക്കി ഞാൻ ആ മുള്ളിന്റെ ഇടയിൽ ഇരിക്കുന്നത്